നിങ്ങൾ വിചാരിക്കും ഫെയിം കിട്ടി പൈസ കിട്ടി അല്ല എന്ന്. പക്ഷെ ഇതാര് വിചാരിച്ചാൽ ഇടിഞ്ഞു പോകേണ്ട കേസാണ്. അത്രയേ ഉള്ളൂ. ഞാൻ അഹങ്കരിക്കരുത് ഒരിക്കലും. സീരിയസ്ലി അരുണിന്റെ നിന്റെ അടുത്ത് ഒരു കാര്യം പറയാം. നിനക്ക് ഫാമിലി എല്ലാം ഉള്ളതാണ്. നിന്റെ അടുത്തൊരു സംഭവം പറയാം. നീ യൂട്യൂബിൽ നിന്നാണ് നീ ഒരു ഫസ്റ്റ് ഇത് എത്തിയത്. ഒരു കാര്യം പറയാം, ഒരാളുടെ മനസ്സ് വിഷമിപ്പിച്ചു, ഒരാളുടെ നെഞ്ചത്ത് ചവിട്ടി താഴ്ത്തി കെട്ടി നീ ഉണ്ടാക്കുന്ന ഓരോ വ്യൂവും ഓരോ റവന്യൂ നാളെ നീ 1000 മടങ്ങ് അധികം അനുഭവിക്കേണ്ടി വരും. ഞാൻ സത്യത്തിൽ പറയാലോ. അങ്ങനെ ഒരുത്തനെ വളർന്നിട്ടില്ല, വളരുന്നവൻ ഇടിഞ്ഞു പോവത്തേ ഉള്ളൂ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇവിടെ റിയാക്ട് ചെയ്യുന്നത് ജോമോനെ ഐശ്വര്യയാണ് കേട്ടോ. ജോമോനെ ഐശ്വര്യയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, യവൻ എന്താ ഇങ്ങനെ സംസാരിക്കണേ, ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലാതിരുന്നൊരു ചെറുക്കനായിരുന്നു, പെട്ടെന്ന് ഇത് എന്ത് പറ്റുന്നത്? ഗൈസ്, ഇത് മറ്റൊന്നുമല്ല, ഇതാണ് ജോമോ എഫക്റ്റ്. 2026 സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം സോഷ്യൽ മീഡിയക്ക് നല്ല തുടക്കം തന്നെയാണ് കിട്ടിയേക്കുന്നത്. കാരണം ഈ വർഷം സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ 10 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സോഷ്യൽ മീഡിയക്ക് നല്ല 2 ട്രോൾ മെറ്റീരിയൽസിനെ കിട്ടിയിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ ജോമോ ഐശ്വര്യം തന്നെയാണ് സുഹൃത്തുക്കളെ. പക്ഷെ ഇവരിപ്പോൾ കട്ട കലിപ്പി വന്നിട്ട് നീയൊക്കെ ആരുടെ എന്നെ ട്രോൾ ചെയ്യുക, നീയൊക്കെ ആരുടെ എന്നെ റോസ്റ്റ് ചെയ്യുക, നിനക്കൊക്കെതിരെ കേസ് കൊടുക്കണം, നിന്നെയൊക്കെ ഞാൻ ജയിലിൽ കയറ്റിവിടാന്ന് പറഞ്ഞുകൊണ്ട് മുടിഞ്ഞ വിഷയമായിട്ട് 2 എണ്ണം അച്ചളം പൂച്ചളം സോഷ്യൽ മീഡിയ കിടന്ന് ഭയങ്കര പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താണെങ്കിൽ കുറച്ച് ആൾക്കാർക്കെങ്കിലും ജോമോനെയും ഐശ്വര്യനെ അറിയുന്നുണ്ടായിരിക്കും. അറിയുന്നവർക്കും വേണ്ടിയിട്ട് അവരുടെ 2 വീഡിയോസ് നമുക്കൊന്ന് കാണാം സുഹൃത്തുക്കളെ. ഗൈസ്, ഐശ്വര്യ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്, നമുക്ക് പോയി പ്രാങ്ക് ചെയ്യാം. വാ 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 വാ. എന്തോ ജോമോ അതിനൊന്നും ഇല്ലല്ലോ. ഐശ്വര്യ എന്തോ ജോമോ കാണിച്ചു തരാമേ ഞാൻ. ഗൈസ്, ജോമു കുറച്ചു നേരമായിട്ട് എന്നെ പ്രാങ്ക് ചെയ്യാനുണ്ട്. നമുക്ക് പോയി തിരിച്ച് പ്രാങ്ക് ചെയ്യാം. കാണിച്ചു തരാം. ജോമു ഒഴിക്കട്ടാ? നിനക്ക് ഒഴിക്കണോ? എങ്കിൽ ഒഴിച്ചോ. അയ്യോ ഞാൻ എന്തായാലും ഇത് കണ്ടു, നിങ്ങളും കാണണം. ഞാൻ ഇനിയും കാണിക്കും. ഐശ്വര്യ ഇങ്ങുവാ, നീങ്ങുവാ. ഞാനാ? ഇല്ല ജോമു, ഞാൻ വന്നില്ല. കളിച്ചോ. ഇവളിതെന്ത് വരാത്തത്? ഓ, അതാണോ? ഐഡിയ, നമ്മുടെ താറാക്കുട്ടി ഉണ്ടല്ലോ. ഹൊയ്. കേറിക്കോ. സ്പീഡിൽ പോണം. സ്പീഡിൽ പോണം. കൊച്ചു ടി വിക്ക് ഇവരായിരിക്കും ഇനി ഡബ് ചെയ്യുന്നത്. മാത്രമല്ല, എനിക്ക് അതിനെക്കാട്ടി വലിയ സംശയം തോന്നുന്നത് വെച്ചാൽ ഈ അനക്കൊണ്ട സിനിമയില്ലേ, അത് വണ്ടി തമിഴ് ഡബ് ചെയ്തിരുന്ന സമയത്ത് ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. വേലുച്ചാമി ഓടി വാങ്ങടാ, എന്താ പെരിയ പാമ്പ് വന്നിരിച്ചിടാ, എന്താ ഹെലികോപ്റ്റർ കൂപ്പിടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു സാധനം ഇല്ലേ. ഇനി അതിനും ഡബ് ചെയ്തേക്കുന്ന ഇവരായിരിക്കും ഇവിടെ. എന്താണെങ്കിൽ ഇതിന് ശേഷം കുറെ ആൾക്കാർ ഇവരെ അച്ചളം പൂച്ചലും എടുത്ത് വെച്ച് റോസ്റ്റും ചെയ്തിട്ടുണ്ട്, ട്രോളും ചെയ്തിട്ടുണ്ട്, കുറെ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല സുഹൃത്തുക്കളെ. എന്താണെങ്കിലും അവർ ഇന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നോ വൺ ഈസ് അലൗഡ് ടു റിയാക്ട്, എഡിറ്റ്, റീയൂസ് ഓർ റോസ്റ്റ് അവർ വീഡിയോസ് വിത്തൗട്ട് പെർമിഷൻ. എനിവൺ ഹു ഡസ് വിൽ ഫേസ് ലീഗൽ ഓർ സൈബർ ആക്ഷൻ. അതായത് ഇനി എങ്ങാണ് ആരും എന്നെ റോസ്റ്റ് ചെയ്യോ ട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തിനും നേരത്തെ പിടിച്ച് ഞാൻ കേസ് കൊടുക്കുന്നതാണ്, എല്ലായിടത്തിനും ഞാൻ ജയിലിൽ കെട്ടുന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ജോമും ഐഷുവും പറഞ്ഞേക്കുന്നത് സുഹൃത്തുക്കളെ. അതിനുശേഷം ഇവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോക്കകത്തും കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവർ ഇൻസ്റ്റ സ്റ്റോറി ഇട്ടുണ്ട്. ആരെങ്കിലും യൂട്യൂബിൽ ഞങ്ങളുടെ വീഡിയോ കൊണ്ടിട്ട് റിയാക്റ്റോ ട്രോളോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും സ്ട്രൈക്ക് അടിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഇവർ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഇവരുടെ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം അവരുടെ അക്കൗണ്ടിൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്, വെൽക്കം ടു ജോഷു TV, ഐഷുവിൻ്റെയും ജോമുവിൻ്റെയും കുറച്ച് കളിത്തമാശകൾ. ഇനി മറ്റൊരു കളിത്തമാശയാണ് സുഹൃത്തുക്കളെ നമ്മളിവിടെ കാണാൻ പോകുന്നത്. അവർ ആ വീഡിയോക്കകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. എല്ലാവർക്കും നമ്മൾ അറിയായിരിക്കും ഐഷു ജോമു ഇപ്പൊ ഇൻസ്റ്റയിൽ കുറെ ട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ അതൊക്കെ ആദ്യം ഫൺ രീതിയിൽ എടുത്ത് അങ്ങ് വിട്ട്. പക്ഷെ ഇന്ന് അത് ഇത്തിരി ഓവർ ആവുന്നുണ്ട്. എന്നിട്ട് റിയാക്ട് ചെയ്യണ്ടെന്ന് തന്നെ വിചാരിച്ചിരുന്നു. പക്ഷെ ഇന്ന് വൈകിട്ട് ഞാൻ ഇൻസ്റ്റ എടുത്തപ്പോ ഒരു വീഡിയോ കണ്ടതേ, അരുൺ ജെ, ഈ പുള്ളിക്കാരെ ഇട്ടേക്കുന്ന വീഡിയോ. ഇവര് ഫാമിലി ആയിട്ട് യൂട്യൂബ് വീഡിയോസ് ചെയ്യാറുണ്ട്. ഇവരെ വിചാരം ഇവര് വലിയ പെർഫെക്റ്റ് ആണെന്ന്. ഇവരുടെ സ്വയം അഭിനയം കണ്ടാലും നമുക്ക് ഇങ്ങനെ തോന്നാറുണ്ട്. പക്ഷെ നമ്മൾ റിയാക്ട് ചെയ്യാറില്ല. കാരണം അവർക്ക് ആ കണ്ടന്റ് നന്നാന്ന് തോന്നിയിട്ടല്ലേ അവരിടുന്നത്. അതുപോലെ നമുക്ക് നല്ല കണ്ടന്റ് തോന്നാറുള്ളത് നമ്മൾ ഇടാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുമാതിരി നമ്മളുടെ കണ്ടന്റ് എടുത്ത് ഓവറായിട്ട് നിങ്ങൾ ഇങ്ങനെ ട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഒരു കാലത്ത് ഇങ്ങനെ ആയിരുന്നു. മനസ്സിലായോ? എനിക്ക് പറയാനുണ്ട്. അതായത് അരുൺ ജെ എന്ന് പറയുന്ന പുള്ളി ഇതുപോലൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്.
പുള്ളി ഇവരെ ട്രോൾ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇവർക്ക് ശരിക്കും അങ്ങോട്ട് പിടിച്ചിട്ടില്ല. കാര്യം എന്താ, ഇവരുടെ കൂട്ട് തന്നെ വീഡിയോ ചെയ്യുന്നൊരു പുള്ളിയല്ലേ, അപ്പൊ പിന്നെ ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടോ, നിങ്ങൾ തുടക്ക സമയത്ത് ഇങ്ങനെ ആയിരുന്നില്ല എന്നുള്ള സാധനങ്ങളൊക്കെയാണ് ഇവരിവിടെ പറയുന്നത്. എന്താണെങ്കിലും അരുൺ ജെ പുള്ളി ഇട്ടേക്കുന്ന വീഡിയോ നമുക്കൊന്ന് കാണാം. ഇന്ന് നൈഷുവിന്റെ ബർത്ത്ഡേ ആണ്. അയ്യോ നീ ഒരു നൈഷു അവിടെ ഒന്നും അറിയാതെ ഇരിപ്പുണ്ട്. നമുക്ക് ഇത് വെച്ചൊരു സർപ്രൈസ് പ്രാങ്ക് ചെയ്യാം. ഇതിനകത്തൊരു ഫേക്ക് 1.25 അടിയുടെ മൂർഖനുണ്ട്. നൈഷു ബർത്ത്ഡേ ആയിട്ടൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്. ഇതെന്താ 3 പ്രാവശ്യം? ഓ നൈസ്, ഇതാ ഗിഫ്റ്റ്. ഇതെന്താ ഐഫോൺ ആണോ? ഇതെന്താ ചുരുണ്ട് വള്ളി പോലിരിക്കണേ? ഈ വള്ളിപ്പയർ വള്ളിയാണോ? തുറക്കട്ടെ. ആ തുറക്കൂ. അയ്യോ അമ്മി, അയ്യോ എന്താ സോമു ഇത്? ഗയ്സ്, അവൾ പ്രാങ്ക് ആയി. സോമുവിനൊരു പണി കൊടുക്കണമല്ലോ. വഴിയുണ്ട്, വഴിയുണ്ട്, വഴിയുണ്ട്. ഗൈസ്, സോമു പുറത്തു പോയേക്കാണ്. ഇതൊരു ഫേക്ക് മുട്ടയാണ്. വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് വെച്ചൊരു പ്രാങ്ക് കൊടുക്കാം. വരട്ടെ. ഞാൻ മണിയുടെ ഫ്രണ്ട് മാലിന്റെ ഉണ്ട്. എന്താ നിഷു? നാടൻ മുട്ടയോ? എന്താ ഇത്? എന്താ ഇത് കടിച്ചിട്ട് ഞണങ്ങുന്നേ? ഇത് അയ്യോ, ഇത് മുട്ട അല്ലേ? നീ എന്നെ പിന്നെയും പ്രാങ്ക് ചെയ്തു. അയ്യോ അയ്യോ. വരൂ നമുക്ക് കമന്റ് നോക്കാം. കമന്റ് കണ്ടു. തീയാണ് സ്ക്രിപ്റ്റ്, തീയാണ് ഡയറക്ഷൻ, തീയാണ് ആക്ടിങ്. ആരാധകരെ കൊണ്ട് തോറ്റു. 2026 പുതിയ അവതാരങ്ങൾ. 2026 പുതിയ അവരാധം. നിങ്ങളുടെ തൊലി എവിടെന്നാ വാങ്ങുന്നേ? തൊലിയുടെ മാർക്കറ്റ് ഇൻക്രീസ്. ലിങ്ക് ഇൻ മൈ ബയോ. ബ്രോ, നിങ്ങൾക്ക് ഈ വീഡിയോസ് യൂട്യൂബിൽ ചെയ്തൂടെ? എനിക്കാണെങ്കിൽ യൂട്യൂബ് ഇല്ല. പാവം, അവന് യൂട്യൂബ് ഇല്ല എന്ന് ഒരെണ്ണം തുടങ്ങിക്കൂടെ അവനും? ബ്രോ, നിങ്ങൾക്ക് രണ്ടുപേർക്കും സിനിമയിൽ ട്രൈ ചെയ്തൂടെ? കിട്ടണ്ടേ ബ്രോ? അതെ നൈഷു, നമുക്കൊരു കൊളാബ് വന്നിട്ടുണ്ട്. കവടിയാറ് ഇപ്പോൾ സെന്റിന് നല്ല വിലയുണ്ടല്ലോ. അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റുകാർ പറഞ്ഞു നമ്മളടുത്ത് 1 മാസം അവിടെ പോയി താമസിക്കാൻ. പറഞ്ഞു. പിന്നെ വ്യാഴാഴ്ച വ്യത്യസ്ത മീഡിയയിൽ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. അയ്യോ, അന്നല്ലേ പച്ചക്കുയിലിന്റെ ഇന്റർവ്യൂ ഉള്ളത്. അയ്യോ, ഞാനത് മറന്നു. അപ്പോൾ ഇത് പോസ്റ്റ്പോൺ ചെയ്ത് ശനിയാഴ്ചത്തേക്ക് ആക്കട്ടെ. ഹാ പറഞ്ഞോളൂ. ഓക്കേ. എന്താ ജോമു ഇത്? ഇതിനൊക്കെ ഇത്ര ഇത് ഒഫൻഡഡ് ആവേണ്ട കാര്യമുണ്ടോ? ഇവിടെ നമ്മുടെ ഈ സർക്കാസം, ഈ ആക്ഷേപഹാസ്യം എന്ന് പറയുന്നത് പണ്ട് മുതൽ ഇവിടെ രാഷ്ട്രീയക്കാരെ എല്ലാവരെയും ചെയ്യുന്നൊരു സാധനം തന്നെയല്ലേ. ആക്ഷേപഹാസ്യം തരത്തിലുള്ള സ്കിറ്റുകളും പല കോമഡി പ്രോഗ്രാംസും ഒക്കെ നമ്മൾ കാണാറുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നത് നിങ്ങൾ തന്നെ ഇത്ര ഒഫൻഡഡ് ആയിട്ട് കണ്ടു. അവൻ ഞങ്ങളുടെ കുട്ടികളുടെ കണ്ടന്റ് ക്രിയേറ്റർ ആണ്, അവൻ ഞങ്ങളെ ട്രോൾ ചെയ്ത് അതിന്റെ ആവശ്യമുണ്ടോ? വേറെ ആര് ട്രോൾ ചെയ്തതും അല്ലെങ്കിൽ അങ്ങനെ ചെയ്തതല്ല പ്രശ്നം, ഇവര് ചെയ്തതാണ് നമ്മുടെ ജോമോന് പ്രശ്നം. എനിക്ക് 1-2 പേരുടെ കേസിൻ്റെ അത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ 1-2 ക്രിയേറ്റേഴ്സിന്റെ മാത്രമാണ് ഞാൻ എടുത്ത് പറയുന്നത്. കാരണം ബാക്കിയൊക്കെ പോട്ടെ എന്ന് വെക്കാം. ഇവര് ഈ അരുൺ ജെ ഈ അരുൺ ജെയുടെ കേസ്, അരുൺ ജെ നിന്നെ ഐശ്വര്യ, ഞാൻ നിന്റെ ആക്ച്വലി സബ്സ്ക്രൈബർ ആണ്. നീ ഇപ്പോഴല്ല, നീ തുടങ്ങിയപ്പോൾ തൊട്ട് ഓൾമോസ്റ്റ് ഞാൻ നിന്റെ സബ്സ്ക്രൈബർ ആണ്. ആ ടൈമിൽ ഞാൻ ഐശ്വര്യ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നിന്റെ വീഡിയോസ് ഏതാണ്, എങ്ങനെയാണ്, എന്ത് രസമാണെന്നുള്ള രീതിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. നീ എന്താ തുടങ്ങി? നീ ഒരു ക്രിയേറ്റർ അല്ലേടാ? ഒരു ബേസിക് ഹ്യൂമൻ ഡീസൻസി കാണിച്ചുകൂടി? ഒരാളെ റോസ്റ്റ് നീ കണ്ടന്റ് നീ റോസ്റ്റ് ചെയ്യുന്നത് ശരി, നമ്മള് എന്തോ ജോമു എന്നൊക്കെ പറയുന്നത് നമ്മളൊരു ഫൺ രീതിയിലെടുത്ത് നമ്മളൊരു തമാശക്ക് എടുത്ത്, നീ അതിൽ നിന്നൊക്കെ ഒരു ലൈൻ ക്രോസ് ചെയ്താണ് നീ എന്ത് നമ്മള് മണ്ടന്മാരെന്നുള്ള രീതിയിലാണ് നീ ട്രീറ്റ് ചെയ്ത്. എന്തോ നീ ഉദ്ദേശിച്ചത്? വിദ്യാഭ്യാസം വിവരമൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ഈ കമന്റ്സ് വരുമ്പോ അറിയാം. പിന്നെ നമ്മൾ റിയാക്ട് ചെയ്യത്തേണ് എന്തോ പറഞ്ഞോണ്ട് നിങ്ങള് വീഡിയോസ് ഇറക്കുന്നതും ട്രോളിനല്ല നമ്മൾ. എനിക്കിത് ഒരു മിനിറ്റ് എനിക്ക് പറയണം. ഈ ബേസിക് ഹ്യൂമൻ ഡീസൻസി ആണ് ഒരു ആളുടെ അറ്റ്ലീസ്റ്റ് മനസ്സ് വിഷമിപ്പിക്കാത്ത ഒരു കണ്ടന്റ് നിനക്ക് ഇറക്കാം. നീ ആ കണ്ടന്റ് ഇറക്കി, എല്ലാം പോട്ടെ, ഫീല് ചെയ്യുന്ന നീ അത് കഴിഞ്ഞിട്ട് എന്തോന്ന് കമന്റ് സെക്ഷനിൽ നിന്ന് വായിച്ചിട്ട് ഈ ഡിറക്ഷനും കോപ്പിലെ കമന്റും ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് മനസ്സിലായി കൂടി സർക്കാസമാണ് അവന്മാരും കളിയാക്കിയതാണെന്ന്. ഡേ ജോമു, തനിക്കെന്തേ വയ്യേ?
ആ ഒരു വീഡിയോ കണ്ടിട്ട് ഇത്ര നിങ്ങൾ ഒഫൻഡഡ് ആയിട്ടാണെങ്കിൽ ഇന്ന് വിക്കി തഗും ആസിഫും കൊളാബ് ചെയ്ത് ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇനി എന്തൊക്കെയാണ് തോന്നാൻ പോണത്? എന്താണെങ്കിലും നിങ്ങളിത് സീരിയസ് ആയിട്ടാ പറയുന്നുണ്ടെങ്കിൽ ഭയങ്കര കോമഡി ആയിട്ടുണ്ട്. ബാക്കി കേൾക്കാം. നമ്മൾ ആ ഒരു സെക്ഷൻ അതങ്ങ് വിട്ടു. അതിന് നീ എന്തുവാ പറഞ്ഞേ? നീ എന്തിങ്ങനെ, നീ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കണ്ടന്റ് ഒക്കെ ചെയ്തു തുടങ്ങിയത്? അല്ലേ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ തുടങ്ങി വരുമ്പോഴത്തേക്ക് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നും? നമ്മുടെ ഈ ഇൻസ്റ്റയിലെ വീഡിയോസ് എന്നത് നമ്മളെ ഡെയിലി ലൈഫ് നടക്കുന്ന എന്തെങ്കിലും അല്ലെങ്കിൽ നമുക്ക് തമാശയായിട്ട് തോന്നെങ്കിൽ നമ്മൾ ഇല്ലേ, അത്രയേ ഉള്ളൂ. എനിക്ക് അരുൺജിയുടെ കേസിൽ എനിക്ക് ട്രോൾ ചെയ്യാനല്ല നമ്മൾ വീഡിയോസ് ഇറക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ട്രോൾ ചെയ്തുള്ള ഫെയിം നമുക്ക് വേണ്ട. ആ സത്യത്തിൽ ഇത്രയും കാലം റിയാക്ട് ചെയ്യാത്തതിന്റെ മേജർ റീസണേ നമുക്ക് കോൺട്രവേഴ്സ്യൽ രീതിയിലോ ട്രോൾ എന്നുള്ള രീതിയിലോ അങ്ങനെ ഒരു ഫെയിം വേണ്ട, അങ്ങനെ ഒരു സബ്സ്ക്രൈബേഴ്സോ ഫോളോവേഴ്സോ സപ്പോർട്ടേഴ്സോ വേണ്ട. നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ഓൾറെഡി ഒരു ഓഡിയൻസ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ സിമിലർ ഓഡിയൻസിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അവരിപ്പോ തൊലി ഉരിഞ്ഞിട്ട് ആശുപത്രി കിടക്കുക, ആ തൊലിയെല്ലാം വീണ്ടും വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ കോളേജ് പിള്ളേരൊക്കെ ഇപ്പൊ നമ്മളുടെ വീഡിയോസ് എടുത്ത് അവര് റിയാക്ട് ചെയ്തിടും. ലൈക്ക് അതൊക്കെ നമ്മൾ തമാശക്ക് എടുക്കുന്നുള്ളൂ. കാരണം നീ ഈ ഫീൽഡിൽ നിന്നിട്ട് നീ എന്തോന്നടേ ഒരേ ഫീൽഡിൽ നിൽക്കുന്നു പറഞ്ഞിട്ട് നിങ്ങൾ എന്താ തലയെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കടാ? ഓക്കെ, നിങ്ങൾ ഈ ഒരേ ഫീൽഡിൽ ഉദ്ദേശിക്കുന്ന ഒരേ ടൈപ്പ് ഓഫ് കണ്ടന്റുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു കണ്ടന്റ് ക്രിയേഷനിൽ നിൽക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ സർവ്വസാധാരണമായിട്ടൊരു കാര്യമാണ്. നിങ്ങളിത് ഏത് യൂണിവേഴ്സിറ്റി തന്നെ നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്? കണ്ടന്റ് ഒക്കെ ചെയ്യുമ്പോൾ തുടക്ക സമയത്തും അല്ലെങ്കിൽ നല്ല രീതിയിലൊക്കെ നിൽക്കുന്ന ടൈമിൽ ഈ ട്രോളും നെഗറ്റീവ് കമന്റ്സ് ഇതൊക്കെ വന്നു തന്നെയാണ് എല്ലാവരും ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോഴും വളർന്നു വരുന്ന ഓരോ ക്രിയേറ്റേഴ്സ് ഈ സാധനങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോഴും വളർന്ന് വലുതായി അങ്ങ് അറ്റം പറ്റിയിരിക്കുന്ന എല്ലാവരും ഇപ്പോഴും കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഇത് എവിടുന്നടേ വരുന്നത്? കോളേജ് പിള്ളേരൊക്കെ ഇപ്പൊ നമ്മളുടെ വീഡിയോസ് എടുത്ത് അവര് റിയാക്ട് ചെയ്തിടും. ലൈക്ക് അതൊക്കെ നമ്മൾ തമാശക്ക് എടുക്കുന്നുള്ളൂ. കാരണം നീ ഈ ഫീൽഡിൽ നിന്നിട്ട് നീ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. അതും ഒരു ലൈൻ ക്രോസ് ചെയ്യുന്ന രീതിയിലാണ് നീ റിയാക്ട് ചെയ്തിരിക്കുന്നത്. അത് ആസിഫയുടെ കേസ് ഞാൻ പറയാം, അത് പറയുന്നുണ്ട്. ചെന്ന് കേറിക്കൊടു. നിങ്ങൾ വിചാരിക്കും ഫെയിം കിട്ടി പൈസ കിട്ടി എല്ല എന്ന്. പക്ഷെ ഇതാര് വിചാരിച്ചാൽ ഇടിഞ്ഞു പോകേണ്ട കേസാണ്. അത്രയേ ഉള്ളൂ. അഹങ്കരിക്കരുത് ഒരിക്കലും. സീരിയസ്ലി അരുൺജി, നിന്റെ അടുത്ത് ഒരു കാര്യം പറയാം. നിനക്ക് ഫാമിലി എല്ലാം ഉള്ളതാണ്. നിന്റെ അടുത്തൊരു സംഭവം പറയാം. നീ യൂട്യൂബിൽ നിന്നാണ് നീ ഒരു ഫസ്റ്റ് ഇത് എത്തിയത്. ഒരു കാര്യം പറയാം, ഒരാളുടെ മനസ്സ് വിഷമിപ്പിച്ചോ ഒരാളുടെ നെഞ്ചത്ത് ചവിട്ടി താഴ്ത്തി കെട്ടി നീ ഉണ്ടാക്കുന്ന ഓരോ വ്യൂവും ഓരോ റവന്യൂ നാളെ നീ 1000 മടങ്ങ് അധികം അനുഭവിക്കേണ്ടി വരും. ഞാൻ സത്യത്തിൽ പറയാലോ. അങ്ങനെ ഒരുത്തനെ വളർന്നിട്ടില്ല, വളരുന്നവൻ ഇടിഞ്ഞു പോവത്തേ ഉള്ളൂ. നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാം. പക്ഷെ അത്രയും ഇവന്റെ കണ്ടന്റ് ഞാൻ എന്തോ അത്ര ചാനൽ അല്ല, മനസ്സിലായോ? നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇടയ്ക്ക് എന്തോ ജോമ് പറയണമെങ്കിൽ നമുക്ക് പ്രശ്നമല്ല. പക്ഷെ ഇത് ഭയങ്കര ഓവറായി പോയി. നിങ്ങളുടെ സിസ്റ്റർ ഉണ്ടല്ലോ, അവർ അഭിനയത്തിൽ PhD ഒന്നും എടുത്തവരല്ലല്ലോ. അവരുടെ അഭിനയം കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. പക്ഷെ നമ്മളൊന്നും പറയാറില്ല. കാരണം നിങ്ങളൊരു എഫേർട്ട് ഇട്ടാണ് ഒരു വീഡിയോ ഇടുന്നത്, മനസ്സിലായോ? നമുക്ക് കാണണമെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ ഡോണ്ട് റെക്കമെൻഡ് അടിച്ചു. നിങ്ങളിത് ഏത് യൂണിവേഴ്സിറ്റി നാടെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത് എനിക്ക് മനസ്സിലാവണില്ല. ഇതൊക്കെ ആൾക്കാർ ഈ പറഞ്ഞ സർക്കാസം, ഈ ട്രോള്, റോസ്റ്റ്, ഇതൊക്കെ സാധനങ്ങളൊക്കെ ചെയ്യുന്ന ഒരിക്കലും നിങ്ങളുടെ അടുത്തൊന്നും വ്യക്തിപരമായിട്ട് വൈരാഗ്യമോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല. പറഞ്ഞ മനസ്സിലായില്ലേ? ഇതൊക്കെ ആ ഒരു റോസ്റ്റ് ട്രോൾ ആ ഒരു സെൻസിലെടുത്ത് വിട്ടാൽ മതി. മീൻസ് ആർക്കും അങ്ങനെ വ്യക്തി വൈരാഗ്യം ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നില്ല. അതൊക്കെ ഓരോ കോണ്ടന്റ് ആണ്, അതവരെ അതിനനുസരിച്ച് ചെയ്തു. ഇപ്പൊ നിങ്ങൾ ഇത് പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിച്ചു ഇതെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനിടെ അങ്ങനെയാണ് ഈ പരിപാടിക്ക് നിൽക്കിയത്. നിങ്ങൾ ഒരു കോണ്ടന്റ് നിങ്ങളെ പറ്റി ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇത്ര സങ്കടം ഉണ്ടായത്. എന്നാൽ നിങ്ങൾ ഈ പരിപാടിക്ക് നിൽക്കരുത്. ഓക്കെ, പിന്നെ ആസിഫെ നിന്റെ കേസില് ഞാൻ പറഞ്ഞ കൂടിപ്പോവും. കാരണം നീ ഒരു പകുതി വരെ റോസ്റ്റ് ചെയ്തത് ശരി, നിന്റെ റോസ്റ്റിംഗ് ചാനലാണ്, അത്ര ഞാൻ എക്സ്പെക്ട് ചെയ്തുള്ളൂ. നീ ഈ പ്രൊഫാനിറ്റി വൾഗാരിറ്റിയും ഒരു കൾച്ചറായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നത് ഭയങ്കര മോശമാണ് കേട്ടോ. അതും നീ അവസാനം ഇനി അത് ഞാൻ പറയുന്നില്ല, പറഞ്ഞ നല്ല കൂടിപ്പോവും. ഞാനത് ആസിഫ് ആദ്യം ഇവരെ റോസ്റ്റ് ചെയ്തുകൊണ്ട് ഇട്ടേക്കുന്ന ഒരു വീഡിയോ കാണാം. അതിനൊക്കെ ശേഷമാണല്ലോ ഇവർ ഈ ഒരു വീഡിയോ ഇടുന്നത്. എന്താണെങ്കിൽ ഇവരിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്നറിയത്തില്ല. ഇന്ന് എന്താണെങ്കിലും ആസിഫും വിക്കി തഗോടാണെങ്കിൽ കൊളാബ് ചെയ്ത് മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കിടിയിലെ വീഡിയോ ആണ്. എന്താണല്ലോ ആദ്യം ആസിഫ് ഇട്ട വീഡിയോ നമുക്ക് കാണാം. തുടങ്ങാം. വാ ഗൈസ്, ഐശോടെ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പോയി പ്രാങ്ക് ചെയ്യാം. ഓ പ്രാങ്ക്, ഓ മൈ ഗോഡ്, എനിക്ക് പ്രാങ്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം. ഞാനും ഒന്ന് കണ്ടോട്ടെ. നീ പ്രാങ്ക് നോക്കട്ടെ. വാ 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 വാ.
ആ അത് കൊള്ളാം. ആ പെങ്കൊച്ചിനെ പിടിച്ച് തൊട്ട് ഫ്രണ്ടിൽ പിടിച്ച് നിർത്തിയിട്ടാണ് അവൻ പറയുന്നത് ഗൈസ് അവിടെ ഐഷു അവിടെ ചായ കൂച്ചോണ്ടിരിക്കുകയാണ്, നമുക്കിനി പ്രാങ്ക് തൊലിക്കാന്ന്. എന്നിട്ട് ഇങ്ങനെ വെച്ച ക്യാമറ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത്. ഓക്കെ, പ്രാങ്ക് 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 കാണട്ടെ, പ്രാങ്ക്. എന്തോന്ന് ആംബുലൻസിൽ സൈറനാണ് ഇതെന്ത്? ഇപ്പൊ മൂത്രമൊന്നും അല്ലല്ലോ കൊച്ചെ ഒഴിച്ചത്, ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമല്ലേ. കൊള്ളാം. എന്തോ ജോമു എന്തോ ജോമു. 50 calls from കൈരളി TV. ഇത് നിന്റെ പെണ്ണുമ്പിള്ളയുടെ വെപ്പുമുടിയും അവൾ ഉടുക്കാൻ വെച്ചിരുന്ന സാരിയും കുളിച്ചോണ്ടിരിക്കുന്ന ഭാര്യയുടെ കൈ വെച്ച് കൊടുക്ക്, അവൾ നന്നായിട്ട് ഉണ്ടാക്കി തരും. കൊള്ളാലോ, ഒരു താളത്തിനൊക്കെയാണ് കരയുന്നത്. നിങ്ങൾ ഒന്നുകൂടി കേട്ടു നോക്കിയേ. എന്തോ ജോമു കൊള്ളാം, കേൾക്കാൻ നല്ല രസമുണ്ട്. കൊള്ളാം, കീപ് ഗോയിങ്. എന്തോ ജോമു 50 രൂപ കൊടുത്ത 500 രൂപയുടെ എക്സ്പ്രഷൻ ഇടണം കേട്ടാ. എന്താ ജോമു എന്തോ ജോമു ജോമുന്റെ കൂടെ പഠിച്ച ആരുമില്ല ഇതിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. ഗൈസ്, ജോമു കുറച്ച് നേരമായിട്ട് എന്നെ പ്രാങ്ക് ചെയ്യാനുണ്ട്. എന്നാ പോയി ഊഞ്ഞാലാട്, ആ വിഷമം അങ്ങ് തീരട്ടെ, അങ്ങ് ആടി അങ്ങ് തീർക്ക്. നമുക്ക് പോയി തിരിച്ച് പ്രാങ്ക് ചെയ്യാം. ഇത് സംഭവം സ്ക്രിപ്റ്റഡ് ആണ്, നമുക്ക് മനസ്സിലാവും. പക്ഷേ എന്നാലും ഒരു മയത്തിനൊക്കെ വേണ്ടേടെ. ഇത് എന്തുവാ? നമുക്ക് പോയി ജോമുനെ തിരിച്ച് പ്രാങ്ക് ചെയ്യാം, പക്ഷെ വീഡിയോ എടുത്തു കൊടുക്കുന്നത് കോമു. കാണിച്ചു തരാം. കാണിച്ചു കൊടു. ജോമു ഒഴിക്കട്ടാ? നിനക്ക് ഒഴിക്കണോ? ആ, എനിക്ക് ഒഴിക്കണം. നീ ഒഴിച്ചോ? ആഹാ, ഇത്ര പെട്ടെന്ന് സമ്മതിച്ചായിരുന്നു. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. ആസിഫ് ഇവിടെ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്ത്, ഇത് റോസ്റ്റാണ് അതിൻ്റെ ഒരു അപ്പുറത്തെ ലെവൽ, ഒരു 2x എന്നൊക്കെ നമുക്ക്, അല്ലെങ്കിൽ റോസ്റ്റിങ്ങിന് 2xോ അല്ലെങ്കിൽ 3x 4x അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വിളിക്കാം. ഓക്കെ, അത് അങ്ങനെ ഒരു വേർഷനാണ് ആസിഫ് ലാസ്റ്റ് ക്ലൈമാക്സ് കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇന്ന് വിക്കിത്തൊക്കെയായിട്ട് ഇട്ടേക്കുന്ന ആസിഫ് കൊളാബ് ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, പറ്റുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഇട്ട് വെക്കാം. എവിടെയാടാ ഹായ് ഗൈസ്, അപ്പൊ സോമു ഏതോ കാലിനടി നിൽക്കാണ്. അപ്പൊ നമുക്ക് ചെറിയൊരു പ്രാങ്ക് കൊടുക്കാം. Come on, guys. സോമു എവിടെയാണ് കുട്ട നീ? സോമു എവിടെയാണ്? അടിക്കല്ലേ, അടിക്കാതിരിക്കല്ലേ. എന്താ സോമു കാണിക്കുന്നേ? കൈയും കാലൊക്കെ വിറയ്ക്കുന്നു. അടപ്പാവി, എനിക്കിത് കാണണ്ട. സോമു പ്രതിമേനെ നോക്കി ഞാൻ പൈസ പറയും. എനിക്ക് വേണ്ട നിന്റെ. പോടാ. അല്ല, ഇത് പണിക്കരെ പോടാ പ്രതിമയെ പണി. പൈസ പറയും. ആ വീഡിയോ കൂടെ കണ്ടിട്ട് ഇവരിപ്പം ഇതിനൊക്കെ എന്ത് മറുപടി ആയിരിക്കും വിക്കിതകനും കാര്യമുള്ള? സി, ബാക്കിയുള്ള ആൾക്കാരൊക്കെ റോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അതൊന്നും പ്രശ്നമല്ല. ഇവിടെ ഇപ്പൊ ആസിഫിന്റെ അടുത്ത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു, പിന്നെ ഓക്കെ ആസിഫ് അത്രയും പറഞ്ഞു, അത്രയും വലിച്ചീരെന്നൊക്കെ പറയാം. എടേ അരുൺജ് പുള്ളിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഈ പറയുന്ന ഒരേ ടൈപ്പ് ഓഫ് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങളുടെ അടുത്ത് ഒരു വ്യക്തി വൈരാഗ്യം ഇല്ലാത്ത ഒരാളാണ്. ഈവൻ ആസിഫ് ഇപ്പൊ ചെയ്ത ഈ ഒരു വീഡിയോക്കകത്ത് പോലും ആസിഫിന് നിങ്ങളുടെ അടുത്ത് വ്യക്തിവൈരാഗോ അല്ലെങ്കിൽ ദേഷ്യം അങ്ങനെ ഒന്നും ഉണ്ടായിട്ട് ചെയ്യുന്നതായിരിക്കണം എന്നില്ല. ഓക്കെ, ആ ഒരു ട്രോൾ അല്ലെങ്കിൽ ആ ഒരു കോണ്ടന്റ് ആ ഒരു ഇതിൽ ചെയ്യുന്ന ഒരു സാധനം മാത്രമാണ് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. വേറൊരു വിദ്യാഭ്യാസത്തിലേക്ക് നമുക്ക് ഫാമിലി ഓഡിയൻസ് നല്ല രീതിക്ക് അത്യാവശ്യം അവരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കണ്ടന്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കണ്ടന്റ് അങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെങ്കിൽ ഡോണ്ട് റെക്കമെൻഡ് അടിച്ചു പോവുക.
എനിക്കും ജോബോലും നമുക്ക് ജസ്റ്റ് ഫണ്ണായിട്ട് തുടങ്ങിയതാണ്. അല്ലാതെ ആർക്കും എടുത്ത് നമ്മളെ ട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ലൈസൻസും ഇല്ല. മനസ്സിലായോ? അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ 2-3 കമന്റ്സ് ഒരു വീഡിയോസിന് വരുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്നെങ്കിൽ അതിന് ഡിസ്ക്ലെയിമർ കൊടുത്തിട്ടുണ്ട്. ആ ആ ഡിസ്ക്ലെയിമർ വായിച്ച് ബാക്കി ഇരുന്ന് കാണുക. മനസ്സിലായോ? അല്ലാതെ സീരിയസ്ലി നിങ്ങൾക്ക് പറയാണ്. തോന്നുന്ന വീഡിയോസ് നിങ്ങൾക്ക് തോന്നുന്ന വീഡിയോസ് നമ്മുടെ ചാനലിൽ നിന്ന് എടുത്ത് കളാ, അതിടണ്ടെന്ന് പറയാൻ അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഡോൺ റെക്കമെൻഡ് കൊടുത്ത് അങ്ങ് കളയുക. ഇല്ല, മനസ്സിലായോ? എന്തിനാണ് നീക്ക് ഇത്ര നെഗറ്റിവിറ്റി ഹേറ്റ് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്? എന്തിനാണ് നമ്മളൊരു ട്രോൾ മെറ്റീരിയൽ ആക്കുന്നത്? ലൈക് ഇനി നമ്മൾ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടും. മനസ്സിലായോ? ആ ഇടുന്ന വീഡിയോസ് നിങ്ങൾ നമ്മുടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡോൺ റെക്കമെൻഡ് അടിച്ചു പോകും. അല്ലാതെ ഞാൻ ഇവിടെ ആരുടെയും ട്രോൾ മെറ്റീരിയൽ ആവാനോ ഇല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നടക്കാനോ അല്ല ഉദ്ദേശിക്കുന്നത്. താല്പര്യമില്ല. മനസ്സിലായോ? അങ്ങനത്തെ ആൾക്കാരുണ്ട്. നിങ്ങൾ അവരെ ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ അവരെ എന്തുകൊണ്ടോ അയക്കുക. അവർക്ക് അതാണ് ഇഷ്ടം. അവരങ്ങനെ ഫെയിം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. നമ്മൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല. ആൾക്കാരല്ല. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇനിയും വീഡിയോസ് ഇടും. നമ്മൾ എന്താ ജോബോ പിടങ്ങിയോ? എന്റെ പൊന്നു ബ്രോ, എനിക്ക് കണ്ടപ്പോൾ ആദ്യം തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അൽഫോൺസ് പുത്രനില്ലേ, പുള്ളി വണ്ടി ഇതുപോലെ ഇടയ്ക്ക് റീൽസിനകത്തോടൊന്ന് കയറി വന്നിട്ട് കുറെ കോക്കാം ബീച്ചൊക്കെ കാണിക്കുന്നുണ്ട്. ലിറ്ററലി കോക്കാം ബീച്ച്. ഓക്കെ ഗൈസ്, അപ്പോൾ പുള്ളിക്ക് വലിയ സോഷ്യൽ മീഡിയയെ പറ്റിയിട്ട് വലിയ പിടുത്തമില്ലാത്തതുകൊണ്ടെന്ന് തോന്നുന്നു. ആൾക്കാർ എടുത്ത് വെച്ചങ്ങ് കൊടുത്തടി നല്ല രീതിയിൽ എടുത്തിട്ട് ഓരോ ട്രോളും സാധനങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കിന് പുള്ളി നേരെ പറയാണ് സോഷ്യൽ മീഡിയ ഇതെന്താണ് ഇവരില്ലൊരു ഇങ്ങനെ എന്നെ ട്രോൾ ചെയ്യാണ്, റോസ്റ്റ് ചെയ്യാണ്, എന്നെ പിടിച്ച് ഏറി കയറ്റിയാണ്, താഴോട്ട് ഇറക്കുന്നില്ല, ഞാനിനി സോഷ്യൽ മീഡിയയിലോട്ട് കടന്നു വരുന്നില്ല, ഞാൻ ഇവിടുന്ന് ഫേഡായി പോകാറുണ്ട്. പുള്ളി അന്ന് അങ്ങനെ ഒരു പരിപാടി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് അതേപോലത്തെ ഒരു പരിപാടിയാണ് ഇവരും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ ട്രോൾ ചെയ്യാൻ പാടില്ല, റോസ്റ്റ് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെ. ഞങ്ങൾ ട്രോളിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു നെഗറ്റീവ് സാധനം അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾക്ക് അതല്ല വേണ്ടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നാൽ നിങ്ങൾ ഈ പരിപാടി നിർത്തി പോവുക ബ്രോ. അത്ര നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ആൾക്കാർ പബ്ലിക്കായിട്ട് തന്നെ അതിന് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയും. ഓക്കെ, അതൊക്കെ ഈ ഒരു ഫീൽഡിലുള്ളൊരു സാധനം തന്നെയാണ്. പിന്നെ നിങ്ങൾ ഈ ഫീൽഡ്, നിങ്ങൾ ഒരേ ഫീൽഡ് അതിൽ നിന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇപ്പം ആ ഫീൽഡിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ കുറേ സാധനം, ഇപ്പം അരുൺ ജെ പുള്ളിക്കൊക്കെ ആണെങ്കിൽ എന്താണ് നെഗറ്റീവും ഒന്നും വരാത്ത, എപ്പോഴും പോസിറ്റീവ് മാത്രമേ വരുന്ന ആളല്ല. നമുക്കൊക്കെ എന്തോ ഒരു നെഗറ്റീവും അതും ഇതും ഒക്കെ എന്തോരം നമുക്ക് വരുന്നുണ്ട്. നെഗറ്റീവും പോസിറ്റീവ് ഒക്കെ മാറി തിരിഞ്ഞൊക്കെ വരാറുണ്ട്. അതൊക്കെ ഇതൊരു എന്താ പറയുക, ഇതൊരു പ്രോസസ്സാണ് ബ്രോ. ഇതൊക്കെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പം നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം നാളെ ചിലപ്പോൾ നിങ്ങൾ ഈ തൊലി ഇരിക്കുന്നു എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ തൊലി ഉരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ നാളെ ചിലപ്പോൾ മാറി മറിഞ്ഞേക്കാം. ചിലപ്പോൾ നിങ്ങളെ കൊച്ചു ടി വി വിളിച്ചെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. കൊച്ചു ടി വിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അതൊരു ചാനൽ, ഒരു സാറ്റലൈറ്റ് ചാനലല്ലേ, അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നല്ല കാര്യമല്ലേ. എത്രയോ ആൾക്കാർ പണ്ട് ടിക്ടോക്ക് ഉള്ള സമയത്ത് നിന്നിട്ട് കോക്കാം ബീച്ച് കാണിച്ചിട്ടുണ്ടായിരുന്ന ചില ആളുകളുണ്ടായിരുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞു നമ്മുടെ ദാസേട്ടൻ കോഴിക്കോട്, പുള്ളിയൊക്കെ വന്ന് സിനിമയിൽ വരെ വന്ന് കയറിയിട്ടുണ്ട്. പുള്ളി എന്താണ് ഈ പറയുന്ന കുറേ ആൾക്കാരുടെ ട്രോള് ഇതൊക്കെ വാങ്ങിച്ച് കൂട്ടിയിട്ട് സ്റ്റിൽ ഇപ്പോഴും വാങ്ങിച്ച് കൂട്ടുന്നുണ്ട്. അത് വേറെ പുള്ളി കാണിക്കുന്ന വേറെ കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ പുള്ളി വാങ്ങിച്ചിട്ടുണ്ട്. എന്നാലും പുള്ളി അവിടെ സിനിമ വരെ പുള്ളി എത്തിയിട്ടുണ്ട്. വലിയ അടിപൊളി വേഷമോ കാര്യങ്ങളൊന്നും അല്ല. അപ്പം ടാലന്റ് ഉണ്ടെങ്കിൽ അതിനപ്പുറത്തോട്ടും മേലോട്ടും ഇങ്ങനെ കാര്യങ്ങളൊക്കെ കയറി പോകാം. ഓക്കെ, സോ ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രോസസ്സാണ്. നിങ്ങൾക്ക് ഇതൊന്നും പറ്റില്ല, ഇതൊന്നും നമ്മളാരും ട്രോൾ ചെയ്യല്ലേ, നമ്മളാരും റോസ്റ്റ് ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പരിപാടി നിർത്തി പോവുക. ഓക്കെ, നിങ്ങൾക്ക് അതിനെ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് മാത്രമേ നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം കംപ്ലീറ്റ് ആക്ടർ എന്ന് വിളിക്കുന്ന ലാലേട്ടൻ തന്നെ എന്തോരം ട്രോളും റോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ പറയുന്ന ആർക്കെങ്കിലും ഇവരുടെ അടുത്തൊക്കെ വ്യക്തി വൈരാഗ്യം തോന്നിട്ടൊന്നും അല്ല. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്, സോഷ്യൽ മീഡിയയുടെ ഭാഗമാണ് ഇതൊക്കെ. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റേതോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നേക്കുന്ന 2 ആൾക്കാരാണെന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. എന്നാണെങ്കിൽ ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയുക ഗൈസ്. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാമേ. ബൈ.